അല്ലെങ്കിൽ സവാദ് ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കരിവാരി തേക്കാനും ആ പെൺകുട്ടിയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ കരിവാരി തേക്കാനായിട്ട് ശ്രമിച്ച ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഈ പ്രസിഡന്റ് അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന് പറയപ്പെടുന്ന അജിത് കുമാറും ഈ തന്തയില്ലാത്തവൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ സംഭവങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെ ഈ 2023 ശേഷം അവൻ നിരപരാധിയാണ് അല്ലെങ്കിൽ വലിയൊരു വിപ്ലവത്തിന് പോയിട്ട് വന്ന ഒരു വിപ്ലവ സൂര്യൻ അല്ലെങ്കിൽ വിപ്ലവത്തിന്റെ താര രാജാവിനെ പോലെ വലിയൊരു പൂമാലയൊക്കെ ഇട്ട് അജിത് കുമാർ അങ്ങ് സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ഇന്ന് 2023 ശേഷം 2026 വീണ്ടും അതേ സംഭവമായിട്ട് ഈ പറയുന്നവനെ പോലീസ് തൂക്കി. അപ്പോൾ എന്താണ് അജിത് കുമാറിന് അതിനെപ്പറ്റി പറയാനുള്ളത്? ആദ്യം ഈ സവാദിനെ തൂക്കിയതിനെ പറ്റി എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പഴയ ന്യൂസും അതേപോലെ തന്നെ ഇപ്പോൾ ഈ അജിത് കുമാർ എന്ന് പറയുന്ന പലതന്തയ്ക്കുണ്ടായവന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സവാദ് വീണ്ടും അറസ്റ്റിൽ. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു സവാദ് ലൈംഗിക അതിക്രമം നടത്തിയത്.